Hello dears, welcome to Nidhi's Cook Enjoy. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ അപ്പം ചീനച്ചട്ടി അപ്പമാണ് കേട്ടോ. അപ്പൊ നമ്മൾ സാധാരണ കലത്തപ്പം ഉണ്ടാക്കുന്നുണ്ട്, കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ഒരു അപ്പം നമ്മൾ ചീനച്ചട്ടിയിൽ വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാനിതിന് ചീനച്ചട്ടി അപ്പം എന്ന് പേരിട്ട് കണ്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല കലത്തപ്പം പോലെ നല്ല ആര് വന്നിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വരുന്ന ഒരപ്പമാണ്. ഇത് അധികം മധുരമില്ല, ഞാൻ എടുത്ത അളവിന് ഒരു മീഡിയം മധുരം അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ശർക്കര ഉപയോഗിക്കാം. പക്ഷെ ഇത്രയും മധുരത്തിൽ കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റില് നമുക്ക് പെട്ടെന്ന് മടുക്കും. ഇത് ഒരാൾക്ക് ഒരു പീസ് വെച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് നല്ല ഫില്ലിംഗ് ആയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇത് എടുത്തിട്ട് പോയാൽ കേടായി പോകുന്നില്ല. നമ്മളിതിൽ ചോറൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് വലിഞ്ഞു പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നമുക്കിത് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു സ്നാക്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാം. നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാക്കാം. അപ്പൊ അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ് ഇത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. വെൽക്കം ടു ദ വീഡിയോ. നമുക്ക് ചീനച്ചട്ടി അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി കഴുകി കുതിർത്ത് വെക്കണം. നിങ്ങൾക്ക് രാവിലെ ഒക്കെ ഉണ്ടാക്കി എടുക്കാനാണെങ്കിൽ രാത്രി കുതിർത്ത് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കിയാൽ മതി. അല്ല ഈവനിങ്ങിലേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ രാവിലെ കുതിർത്താലും മതി. 2 മണിക്കൂറെങ്കിലും കുതിരണം, അപ്പോഴേ അരി നന്നായിട്ട് കുതിർന്ന് കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ ഇവ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 മണിക്കൂർ കുതിർത്ത് വെക്കാം. 2 മണിക്കൂർ മുതൽ ഓവർനൈറ്റ് വരെ നമുക്ക് കുതിർക്കാം. അപ്പൊ നമ്മള് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നമ്മുടെ അരപ്പിന്റെ കൂട്ടിലേക്ക് ചേർക്കാനുള്ള സവാളയും തേങ്ങാക്കൊത്തും വറക്കാൻ വേണ്ടിയിട്ടാണ്. സവാളക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളി ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആദ്യം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ലൈറ്റായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിനോട് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമുക്ക് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇത്രയും മതിയാവും. നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതൊരു ചെറിയ സവാള പകുതിയായി മുറിച്ചിട്ട് നീളത്തിൽ അരിഞ്ഞതാണ്. നിങ്ങൾക്ക് ഇതിന് പകരം ചെറിയുള്ളി ഉപയോഗിക്കാം. ചെറിയുള്ളി ആണെങ്കിൽ ഒരു 5-6 ചെറിയുള്ളി എടുക്കാം. നമുക്ക് ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് നമുക്കൊന്ന് വറുത്തെടുക്കാം. സവാള ഒരു ലൈറ്റായിട്ട് ഒരു ഗോൾഡൻ കളറിലേക്ക് വരുന്നുണ്ട്. ഇത്രയും മതി. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക്, നേരത്തെ തേങ്ങ ഇട്ട അതേ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ആ എണ്ണയുടെ ചൂടിൽ അതൊന്നും കൂടെ ഒന്ന് മൊരിഞ്ഞു വരും. തേങ്ങയും സവാളയും നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പ്രൊസീജിയർ ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് ശർക്കര വേണം. ഞാൻ 2.5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. വെയിറ്റ് പറയുവാണെങ്കിൽ 250 ഗ്രാമിന് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. നന്നായിട്ട് മെൽറ്റ് ആവണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഉരുക്കിയെടുത്താൽ മതി. നമ്മുടെ ശർക്കര മുഴുവൻ ഉരുക്കിയിട്ടുണ്ട്. സിമ്മിലാക്കി വെക്കാം. അരി അരച്ചതിന് ശേഷം നമുക്കിത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ അരിയുടെ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ഏലക്കയുടെ തരി മാത്രം ചേർത്താൽ മതി. ഏലക്ക മുഴുവനോടെ ചേർക്കണ്ട. 1/4 ടീസ്പൂൺ നേരെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കയ്യിലെടുക്കുന്നുണ്ടെങ്കിൽ ഒരു 2 നുള്ളി എടുത്താൽ മതി. ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ജീരകമാണ്, പെരിഞ്ജീരകമല്ല. നമ്മൾ രസത്തിലൊക്കെ ചേർക്കുന്ന ജീരകം. ഞാൻ 1 കപ്പ് വെള്ളം മൊത്തത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നമുക്കൊരു 1/2 കപ്പ് പോലെ ചേർത്തിട്ട് ഒന്ന് അരച്ചു നോക്കാം. അതിനുശേഷം വേണമെങ്കിൽ ബാക്കി ചേർത്ത് കൊടുക്കാം. ഞാൻ നന്നായി അരച്ചിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചിട്ടുണ്ട്. കണ്ടോ, മാക്സിമം നമുക്ക് അരക്കാൻ പറ്റുന്ന അത്ര ഫൈനായിട്ട് അരക്കാം.
ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് അരച്ച മാവ് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ബാക്കിയുള്ള ആ മാവും കൂടെ അരച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി നമുക്ക് ശർക്കര പാവുണ്ടല്ലോ കച്ചത്, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടുകൂടെ തന്നെ ഒഴിക്കണം. ഇപ്പം തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട കെട്ടി പോവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും സവാളയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. നമുക്കിതിന്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് പൗഡർ അല്ല, മാറിപ്പോവാൻ പാടില്ല. നന്നായി ഒന്ന് യോജിപ്പിക്കാം. നമുക്ക് അപ്പൊ ഇപ്പൊ തന്നെ ചുട്ടെടുക്കാം. നമ്മൾ പുളിക്കാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിതില് ബേക്കിംഗ് സോഡ ചേർത്തത് റേസിംഗ് ഏജന്റ് ആയിട്ടുള്ള ഒന്നും ചോറോ അതുപോലുള്ള ഒന്നും ചേർക്കാത്തത് കൊണ്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളത്. ഇതാണ് മാവിന്റെ കൺസിസ്റ്റൻസി. മൊത്തത്തിൽ 1.25 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അരക്കുമ്പോൾ ഒരു 1/2 കപ്പ് പോലെയും പിന്നെ കുറച്ച് മിക്സിയുടെ ഉള്ളിലെ മാവ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, അതൊരു 1/4 കപ്പ് പോലെ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് നമ്മുടെ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പം മൊത്തത്തിൽ ഒരു 3/4 കപ്പ് പ്ലസ് 1/2 കപ്പ് 1.25 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ ചുട്ട് നോക്കിയിട്ട് ആര് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് മാവ് കട്ടിയായതുകൊണ്ടായിരിക്കാം മാവ് ആര് വരാത്തത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇത്തിരിയും കൂടെ വെള്ളം ചേർത്തിട്ട് മാവ് ഇച്ചിരിയും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാം. കണ്ടോ, ഇതാണ് മാവിന്റെ കൺസിസ്റ്റൻസി. അപ്പൊ നമുക്ക് ചുട്ടെടുക്കാം. അപ്പൊ ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു ഇരുമ്പിന്റെ ചട്ടിയാണ്. ഇരുമ്പിന്റെ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെയിലും ഉണ്ടാക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. നമുക്കിതെല്ലാ സൈഡിലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇപ്പൊ തീ നല്ല ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന മുഴുവൻ തേങ്ങാക്കൊത്തും ഇതിൻ്റെ അകത്ത് ഒറ്റ തവി മാവിൽ വരും. അതൊരു നന്നായി ഇളക്കിയതിന് ശേഷം ഒരു തവി മാവ് എടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇപ്പൊ തന്നെ നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കണം. 4 മിനിറ്റ് ഒരു സൈഡ് വേവാൻ വേണ്ടിട്ട് എടുക്കും. ഇതിപ്പോ 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. നടുഭാഗം കുറച്ചുകൂടെ ഇവിടെ വേവാനുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൈറ്റ് കളറിൽ കാണുന്നുണ്ടോ എന്ന് അറിയില്ല കറക്റ്റ് ആയിട്ട്. അപ്പൊ ഇത് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് കൂടെ ഒന്ന് കുക്കാവട്ടെ. ഇതിപ്പോ 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഉണ്ടോ, നന്നായിട്ട് വിട്ട് വരും. അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നമ്മളൊരു നോൺ സ്റ്റിക്കിൽ ചെയ്യുന്ന സെയിം എഫക്റ്റിൽ കിട്ടും. കണ്ടോ, ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ഒരു 30 സെക്കൻഡ് നമുക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ ഇതൊരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിറയെ ആരുകൾ, നിങ്ങൾക്കിടെ നിറയെ കുത്തുകൾ കാണുന്നുണ്ടോ? അത് ശരിക്കും ഇതിനകത്ത് ആര് വീണതാണ്. നമുക്ക് ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള അപ്പവും ചുട്ടെടുക്കാം. നമുക്ക് അടുത്തത് ഒന്നും കൂടെ ചുട്ടെടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം ഒരു തവി മാവെടുക്കാം. ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കാം. നമുക്കിത് അടച്ചേക്കാം. എന്നിട്ട് 4 മിനിറ്റ്, അതാണ് കണക്ക് കേട്ടോ. 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇപ്പുറത്തെ സൈഡിലൂടെ മൊരിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തിരിച്ചിടുന്നത്. 4 മിനിറ്റ് ആകുമ്പോഴേക്ക് 2 സൈഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കാവും. കണ്ടോ, തീ ലോ ഫ്ലെയിമിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് 30 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. കണ്ടോ, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചീനച്ചട്ടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇതിൽ വേണ്ട, നോൺ സ്റ്റിക്ക് മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. ഈ ചീനച്ചട്ടി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിൽ ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ നമ്മളൊരു നോൺ സ്റ്റിക്കിന്റെ അപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ മതിയാവും, അധികം വേണ്ട. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് വളരെ കുറച്ച് എണ്ണ മതിയാവും. ഇപ്പൊ കുറച്ച് കട്ടിയായ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം വേണമെങ്കിൽ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെക്കാം. തീ സിമ്മിലാക്കാൻ മറന്നു പോകരുത്. തീ സിമ്മിൽ 4 മിനിറ്റ്. നമ്മൾ നോൺ സ്റ്റിക്കിൽ വെച്ചത് 4 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. കണ്ടോ, നമുക്ക് ഇന്നൊന്ന് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇവിടെ മേലെ നല്ലോണം സവാളയും വറുത്ത സവാളയും തേങ്ങാക്കൂത്തൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 30 സെക്കൻഡ്. ഇപ്പം ഇത് 30 സെക്കൻഡ് ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, പെർഫെക്റ്റ്. അപ്പോൾ പക്ഷേ നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ്. ആ ഒരു എന്തായാലും ഉണ്ടാവുമല്ലോ. നമ്മൾ അടിപൊളിയായിട്ടുള്ള ചീനച്ചട്ടി അപ്പം റെഡി ആയിട്ടുണ്ട്. ബാക്കി മാവും കൂടെ ചുട്ടെടുക്കണം. കണ്ടോ, നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചിയാണ്. നിറയെ ആര് വീണിട്ടുണ്ട്, കാണുന്നുണ്ടോ? ഇത്രയും അടിപൊളിയായിട്ടുള്ള അപ്പമാണ്. ഇത് ഫെയിൽ ആവുന്ന ഒരു ചാൻസേ ഇല്ല. നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും അത്രയും എളുപ്പമാണ്. നമുക്ക് വേറെ റിസ്കോ കാര്യങ്ങളോ ടെൻഷനോ ഒന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ 1 കപ്പ് അരി പച്ചരി നമുക്ക് കുതിർത്ത് വെക്കാനുള്ളൊരു സമയം ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക.